നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, സീനിയർ ENT ഹെഡ് ആൻഡ് നെക്ക് ആൻഡ് കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ, കൊച്ചി. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളുടെ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവത്തിനെ പറ്റി. 90% ഈ കുട്ടികളിൽ വരുന്നതിൽ യാതൊരു കാര്യങ്ങളും കണ്ടുപിടിക്കാറില്ല. അതിന് സ്പോണ്ടേനിയസ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും. ചില കുട്ടികളിൽ സൈനസൈറ്റിസ്, മൂക്കിലുള്ള ദശകൾ, അഡിനോയിഡ്സ് എന്നിവ കൊണ്ട് വരാറുണ്ട്. കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുട്ടികളിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള കാര്യം ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കേണ്ടി വരും. രക്തക്കുഴലുകൾ ഉള്ള പ്രോബ്ലങ്ങൾ, ബ്ലഡിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, ഹീമോഫീലിയ അല്ലെങ്കിൽ ലുക്കീമിയ എന്നുള്ള കാര്യങ്ങൾ കൊണ്ടും രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും മൂക്കിനകത്ത് ചോര വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറെ കാണിച്ച് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. കുട്ടികളിൽ മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, എഴുന്നേറ്റ് ഇരുത്തുക. മൂക്കിൻ്റെ താഴത്തെ ഭാഗത്ത് 2 കൈയും വെച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. നല്ലതായിട്ട് അമർത്തി പിടിച്ചാൽ മിക്കവാറും വേണ്ട രക്തസ്രാവം നിന്നു പോകാറുണ്ട്. ഐസ് ഉണ്ടെങ്കിൽ മൂക്കിൻ്റെ മുകളിൽ ഐസ് വെക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഇത് നിന്നു പോകാറാണ്. ഇതുകൊണ്ട് മാത്രം തന്നെ മിക്കവാറും കുട്ടികളിലുള്ള രക്തസ്രാവം നമുക്ക് നിർത്താൻ പറ്റും. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവത്തിന് എപ്പിസ്റ്റാക്സിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും. നമസ്കാരം.